Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruh wa nastahdi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലോകത്ത് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഏറ്റവും വലിയ ഒരു സത്യമാണ് മരണമെന്നുള്ളത്. ഈ പ്രപഞ്ചത്തിൽ ജനിച്ചവരൊക്കെ മരിക്കും. അപ്പോൾ മരണം സത്യമാണ് എന്നത് അള്ളാഹുവിൻ്റെ ഖുർആനും ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുന്ന് പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഖുർആനിൻ്റെ ആയത്തുകൾ പരതി നോക്കിയാൽ മരണവുമായി ബന്ധപ്പെട്ട് മരണം ഉറപ്പാണെന്നും ആ മരണത്തെ നിങ്ങളൊക്കെ കണ്ടുമുട്ടുമെന്നും നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മരണം എവിടെയാണെങ്കിലും നിങ്ങളെ പിടികൂടുമെന്നും ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വചനങ്ങളാണ് ഖുർആനിക വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആൻ സംസാരിച്ചത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യരും മരണത്തെ രുചിക്കും, മരണത്തെ ആസ്വദിക്കും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. എന്നിട്ട് മനുഷ്യർക്ക് അവൻ അധ്വാനിച്ചതിൻ്റെ പരിപൂർണമായ പ്രതിഫലം നാളെ പരലോകത്ത് അള്ളാഹു സമ്മാനിക്കും. വീണ്ടും ഖുർആനിൻ്റെ ആയത്തുകൾ പരിശോധിച്ചാൽ ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം,
നിങ്ങളുടെ പ്രാണൻ തൊണ്ടക്കുഴിയിലെത്തുന്ന ഒരു നേരം വരാനുണ്ട്. ആ സമയത്തെ നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വഅൻതും ഹീനഇദിൻ തൻളുറൂൻ, നിങ്ങളുടെ സമീപത്തുള്ളവർ, നിങ്ങളും എല്ലാവരും ആ പ്രാണൻ തൊണ്ടക്കുഴിയിലെത്തുന്ന നേരം നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ അതിനെ നിങ്ങൾക്കൊന്ന് പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ഖുർആൻ അള്ളാഹു മനുഷ്യനോട് ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, എവിടെ വെച്ചാണ് മരണം സംഭവിക്കുക എന്നതറിയില്ല. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്താണ് ഒരു മനുഷ്യൻ അധ്വാനിച്ചു കൂട്ടുന്നതെന്നും എവിടെ വെച്ച്, ഏത് ഭൂമിയിൽ, ഏത് മണ്ണിൻ്റെ മുകളിൽ, എവിടെ വെച്ചാണ് മരണം സംഭവിക്കുക എന്നത് ഒരു മനുഷ്യനും അറിയുക സാധ്യമല്ല എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങളെവിടെയാണെങ്കിലും നിങ്ങൾക്ക് മരണം സംഭവിക്കും. ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ കെട്ടിയുണ്ടാക്കപ്പെട്ട, ഭദ്രമായി നിങ്ങൾ കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൊത്തളങ്ങൾക്ക് ഉള്ളിലാണെങ്കിലും മരണം നിങ്ങളെ തേടി വരും എന്നത് ഖുർആൻ പറഞ്ഞു. കല്ലാ ഇദാ ബലഗതിത് തറാഖി വഖീല മൻ റാഖ്. അള്ളാഹുവിൻ്റെ ഖുർആൻ മരണത്തെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയത് അത് ഉറപ്പാണ് മനുഷ്യരെ. ഏതു നിമിഷവും ഈ പ്രപഞ്ചത്തിന് മുകളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന് പെട്ടെന്നൊരു നേരം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്യേണ്ടി വരും. അത് ഖുർആൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയത് കല്ലാ ഇദാ ബലഗതിത് തറാഖി, പ്രാണൻ ഇങ്ങനെ തൊണ്ടക്കുഴിയിലെത്തുന്ന നേരം, വഖീല മൻ റാഖ്, ആരുണ്ടൊന്ന് മന്ത്രിക്കാൻ, ആരോടൊന്ന് സംസാരിക്കാൻ കഴിയും എന്ന് മനുഷ്യൻ ചോദിച്ചു പോകുന്ന നേരാണ്. വളന്ന അന്നഹുൽ ഫിറാഖ്, ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി വേർപെട്ടു പോകേണ്ടി വരുന്ന ഒരു സമയമാണെന്ന് ആ മരണത്തോട് മല്ലിടുന്ന ആ മനുഷ്യന് അന്ന് ബോധ്യാകും. വൽതഫതിസ്സാഖു ബിസ്സാഖ്, കണങ്കാലുകൾ പരസ്പരം കൂടിപ്പിണയുന്ന ഒരു സമയമാണ്. അതൊക്കെ മരണത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ കൃത്യമായി വ്യക്തമായി മനുഷ്യർക്ക് മരണമുണ്ടെന്നും ആ മരണത്തെ മനുഷ്യൻ രുചിക്കും ആസ്വദിക്കും എന്നതൊക്കെ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. കണങ്കാലുകൾ പരസ്പരം കൂടിച്ചേർന്ന എത്ര മരിച്ച ആളുകളുടെ, അതല്ലെങ്കിൽ മരണത്തോട് മല്ലിടുന്നവരുടെ അവസ്ഥയെ ഞാൻ നിങ്ങളും കണ്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണമാസന്നമായാൽ അയാളുടെ അരികിലുള്ളവർ, അദ്ദേഹത്തോടൊപ്പമുള്ളവർ ചെയ്യേണ്ട ധാരാളം ബാധ്യതകളെക്കുറിച്ച് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും അതൊന്നും അറിയാതെ വെപ്രാളവും ആശങ്കയും ഭയവും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താണിപ്പോൾ കാട്ടിക്കൂട്ടേണ്ടത് എന്നതറിയാതെ വെപ്രാളം കാണിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയും. നമ്മളുടെ ബന്ധത്തിലും, നമ്മളുടെ സ്വന്തത്തിലും, നമ്മളുടെ രക്തബന്ധത്തിലും, നമ്മളുടെ ആദർശ സഹോദരങ്ങളും അങ്ങനെ പലരും മരണത്തോട് മല്ലിടുന്ന ഒരവസ്ഥ വരുന്ന സന്ദർഭത്തിൽ ജീവിച്ചിരിക്കുന്നവർ വിശ്വാസികളെന്ന നിലക്ക് നമുക്കവരോട് വലിയ ബാധ്യത നിർവഹിക്കാനുണ്ട് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഒന്നാമത്തത് മരണമാസന്നമാകുന്ന ഒരു മനുഷ്യന് വെള്ളം കൊടുക്കുക എന്നത് അവിടുത്തെ ചര്യയായി നമുക്ക് കാണാൻ കഴിയും. വല്ലാതെ വെപ്രാളവും വല്ലാതെ പ്രയാസവും ഭീതിയും ആശങ്കയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. തൊണ്ടയിലെ വെള്ളം അത് വറ്റിപ്പോകും, ചുണ്ടുകൾ വരണ്ടു പോകുന്ന ഒരു സമയം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതുവരെ കാണാത്ത കാഴ്ചകളാണ് മരണത്തിൻ്റെ നേരം ആ മരണത്തോടടുക്കുന്ന മനുഷ്യൻ കാണുന്നതെന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് അത്രയ്ക്കും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന ആ ഒരു സമയം ആ മനുഷ്യന് ചെറിയ ഒരു ശീലയുപയോഗിച്ച്, തുണി ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ നാവും ചുണ്ടുകളും ഒക്കെ നനച്ചു കൊടുക്കണം. പലപ്പോഴും ഇതൊക്കെ ഒരു ചടങ്ങായി ആളുകൾ ചെയ്യാറുണ്ട്. അവസാനം എൻ്റെ കൈകൊണ്ട് എൻ്റെ ഉപ്പാക്ക്, എൻ്റെ ഉമ്മാക്ക്, എൻ്റെ ജ്യേഷ്ഠന്, എൻ്റെ അനുജന് ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ട് എന്ന് വരുത്താൻ മാറി മാറി ആളുകൾ ഇങ്ങനെ വെള്ളം കൊടുക്കുന്നതൊക്കെ കാണാൻ കഴിയും. അതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല. മറിച്ച് ഒരിക്കലും ഒരു രോഗാവസ്ഥയിൽ മരണത്തോട് മല്ലിടുന്ന ഒരു
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മനപ്രയാസമുണ്ടാക്കുന്ന, അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്ന ഒരു സ്വഭാവ രീതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊക്കെ മത്സരിച്ച് ഞാനൊന്ന് വെള്ളം കൊടുക്കട്ടെ, അങ്ങനെയൊക്കെ ആരുടെയെങ്കിലും കൈകൊണ്ട് വെള്ളം കൊടുത്തൊന്ന് മരണപ്പെട്ടാൽ അതൊന്നും വലിയ പോരിശയായി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നത് കൃത്യമായി സഹോദരങ്ങളെ ഞാൻ നിങ്ങളും മനസ്സിലാക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞില്ലേ, ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ആ സമയത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യ നമ്മുടെ ഉമ്മ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അവിടുന്ന് റസൂലുള്ള ആ മരണത്തോട് അടുക്കുന്ന സമയം റസൂലിൻ്റെ അടുക്കലേക്ക് തണുത്ത വെള്ളം കൊണ്ടുവന്ന് വെച്ചു. റസൂലുള്ള കൈകൾ ആ വെള്ളത്തിലേക്ക് മുക്കി തൻ്റെ മുഖത്തിങ്ങനെ തടവുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയാണ്. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ അഇന്നി അലാ ഗമറാത്തിൽ മൗത്ത് വസകറാത്തിൽ മൗത്ത്. ആരാണ് സഹോദരങ്ങളെ പ്രാർത്ഥിച്ചത്? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ചു. മരണത്തിൻ്റെ വെപ്രാളം അതൊക്കെ സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഇന്നി ഫീ ഗമറാത്തിൽ മൗത്ത്. ആ മരണത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം. ഫീ സകറാത്തിൽ മൗത്ത്. ആ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ എന്ന് റസൂലുള്ള പറയുന്നുണ്ട്. ആ മരണത്തിൻ്റെ വേദനയിൽ നിന്ന് അല്ലാഹുവേ ഒരാശ്വാസം നൽകണേ എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, വിശ്വാസികളെന്ന നിലക്ക് നമ്മളൊക്കെ ഒരു മരണത്തോട് മല്ലിടുന്ന സമയം എത്ര പ്രയാസവും എത്ര ബേജാറും എത്ര ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. ആ സമയത്ത് കൂടി നിൽക്കുന്നവരുടെ ബാധ്യത എന്നോണം ആ മരണമാസന്നമാകുന്ന മനുഷ്യന് വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഷഹാദത്ത്, തൽക്കീൻ പറഞ്ഞു കൊടുക്കണം എന്നത് റസൂലുള്ള പഠിപ്പിച്ചു. ലഖിനൂ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണമാസന്നമാകുന്ന വ്യക്തിക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അവിടുന്ന് ചൊല്ലിക്കൊടുക്കണം എന്ന് റസൂലുള്ള പറഞ്ഞു. എന്തിന്? മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരുവൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, വിശ്വാസിയായത്, മുസ്ലിമായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ഉച്ചരിച്ചാണ് ഞാൻ നിങ്ങളും മുസ്ലിങ്ങളായത്. എന്നാൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ആ ഷഹാദത്തിനെ പരിപൂർണ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാൻ ആർക്കാണോ കഴിയുക അവർക്ക് സ്വർഗമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് കൂടെയുള്ളവർ ലഖിനൂ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളുടെ സഹോദരന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അവിടുന്ന് ഉരുവിട്ടു കൊടുക്കണം. പലപ്പോഴും അതൊക്കെ വികാരനിർഭരമായി ഭയപ്പെട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലൊക്കെ മരിക്കാൻ പോകുന്ന ആളിൻ്റെ ആ അവസ്ഥയും വെപ്രാളവും ഗോഷ്ഠികളും ഒക്കെ കാണുമ്പോൾ കൂടി നിൽക്കുന്നവർ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചൊല്ലിക്കൊടുത്തുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ചൊല്ലിക്കൊടുക്കും. അത് റസൂലിൻ്റെ സുന്നത്തല്ല. അവിടുന്ന് പഠിപ്പിച്ചത് ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു സഹോദര, ഒന്ന് പറയ്. ഇങ്ങനെ ആവർത്തിച്ച് ഏതറ്റം വരെ എപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അവിടെ വരേക്കും പതിയെ ഉരുവിടാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു തവണ പറഞ്ഞാൽ പിന്നീട് വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതില്ല. അതിനിടയിൽ മറ്റു വല്ല സംസാരവും വന്നുപോയാൽ വീണ്ടും ആവർത്തിച്ച് ചൊല്ലിക്കൊടുക്കണം എന്നതൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരിക്കലും ആ രോഗിയെ, മരണമാസന്നമാകുന്ന വ്യക്തിയെ അലോസരപ്പെടുത്തുന്ന തരത്തിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതൊന്നും ഉറക്കെ ഇങ്ങനെ ചൊല്ലി പേടിപ്പെടുത്തുന്നൊരവസ്ഥയൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ ഒരു അൻസ്വാരിയായ ഒരു സ്വഹാബി അവിടുന്ന് മരണമാസന്നമാകുന്ന സന്ദർഭത്തിൽ റസൂൽ അവിടേക്ക് പ്രവേശിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ ഖാൽ
ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏ സഹോദര, ഏ പിതൃവ്യ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. റസൂലിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമത്തു ഷഹാദ ചൊല്ലിക്കൊടുത്ത സംഭവങ്ങൾ നമുക്ക് ഹദീസുകളിൽ വായിക്കാൻ കഴിയും. അതുകൊണ്ട് സമാധാനത്തിൽ ആ രോഗാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യനാണെങ്കിൽ, അതല്ലെങ്കിൽ മരണത്തോട് മല്ലിടുന്ന മനുഷ്യനോട് വളരെ സാവധാനത്തിൽ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്. അങ്ങനെ ആവർത്തിച്ച് അങ്ങനെ പറയിപ്പിക്കലാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും മരണം ഉറപ്പായാൽ സഹോദരങ്ങളെ, പലപ്പോഴും സംഭവിക്കുന്നത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ ചൊല്ലി ഒരുപക്ഷെ മരണപ്പെട്ടു എന്ന് കണ്ടാലും വെപ്രാളം പിടിച്ചിട്ട് ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകും. അതുകൊണ്ട് മരണത്തെ, അത് മരണം സംഭവിച്ചു എന്നതൊക്കെ തിരിച്ചറിയാനുള്ള ചില വഴികൾ കൂടിയുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും അത്തരം മരിച്ച ഒരു രോഗിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ ഇന്നത്തെ ഒരു സംവിധാനത്തിൽ വല്ലാതെ കുടുംബം പ്രയാസപ്പെടും, ആ മയ്യത്ത് വല്ലാതെ ബുദ്ധിമുട്ടും. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് മരണം സംഭവിച്ചു എന്നത് നമുക്കൊക്കെ തന്നെ ഉറപ്പാക്കാൻ കഴിയുന്ന ചില സന്ദർഭങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തത്, ഒരാൾ മരിച്ചു എന്നത് ഉറപ്പിക്കാൻ നമുക്ക് കണ്ണുകൾ അടഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കണ്ണ് തുറന്ന് ഒന്ന് ടോർച്ചടിച്ചാൽ കൃഷ്ണമണി വട്ടത്തിൽ കണ്ണ് മുഴുവനായി നിറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെയൊക്കെ ഒരാൾ മരിച്ചു എന്നതറിയാൻ പറ്റും. മറ്റൊരു സന്ദർഭം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരാൾ മരിച്ചാൽ പിന്നീട് അയാളുടെ തലയിൽ ഒരു പേനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും തലയിലിരിക്കില്ല, വേഗം അത് പുറത്തേക്ക് വരും, വേഗം പുറത്തേക്ക് വരും. പ്രത്യേകിച്ച് നമുക്കറിയാം, രോഗികളായി ഏറെ വർഷങ്ങളൊക്കെ കിടക്കുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചില പ്രയാസങ്ങളും പേനും ഒക്കെ തലയിലുണ്ടാകും. അങ്ങനെയൊക്കെ വേഗത്തിൽ ഇന്ന് അതല്ലാത്ത സംവിധാനങ്ങളും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തി ആ മരണം സംഭവിച്ചു എന്നതൊക്കെ നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. അതൊക്കെ ഉറപ്പിച്ചിട്ടാകണം നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതല്ലാതെ എടുത്തുപിടിച്ച് വെപ്രാളം പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ പിന്നീട് മയ്യത്തൊക്കെ വിട്ടുകിട്ടാൻ തന്നെ പ്രയാസപ്പെടുന്ന അവസ്ഥകൾ നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്നതാണ്. അതുകൊണ്ട് ആ വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തത്, മയ്യത്ത് ആ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മയ്യത്തിൻ്റെ കണ്ണുകൾ അടച്ചു കൊടുക്കണമെന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാം. അൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ദഖല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല അബീ സലമ, അബൂ സലമ റളിയല്ലാഹു അൻഹു അവിടുന്ന് മരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരം അറിയിച്ചു. റസൂലുള്ള വന്നു, വഖദ് ഷഖ ബസറഹു, ആ സന്ദർഭത്തിൽ അബൂ സലമയുടെ കണ്ണുകൾ തുറന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി ഫഅഗ്മളഹു, ആ കണ്ണുകൾ ഇങ്ങനെ അടച്ചു കൊടുത്തു. എന്നിട്ട് സുമ്മ ഖാല ഇന്ന റൂഹ ഇദാ ഖുബില തബിഅഹു അൽ ബസർ, നിങ്ങൾ കണ്ണുകൾ അടച്ചു കൊടുക്കണം. ആ കണ്ണുകളെ റൂഹ്, ആ റൂഹിനെ, ആത്മാവിനെ കണ്ണുകൾ പിന്തുടരും. അതുകൊണ്ട് കണ്ണുകൾ അടച്ചു കൊടുക്കണം എന്ന വലിയ പാഠം അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പലപ്പോഴും മയ്യത്തൊക്കെ കാണുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ കണ്ണുകളൊക്കെ തുറന്നിരിക്കുന്ന ഒരവസ്ഥയിൽ അതൊരിക്കലും ആ മയ്യത്തിനെ അനാദരിക്കാൻ സഹോദരങ്ങളെ പാടില്ല. ഏറ്റവും നല്ല ബഹുമാനത്തിലും ആദരവിലും ആ മയ്യത്തിനെയൊക്കെ കാണണം. കണ്ണുകൾ തുറന്നിരിക്കുന്ന സമയമാണെങ്കിൽ വേഗം ഒന്ന് അമർത്തിപ്പിടിച്ചാൽ, ഒന്ന് തടവിക്കൊടുത്താൽ ആ കണ്ണുകളൊക്കെ അടയും. അങ്ങനെയൊക്കെ ആ മയ്യത്തിനോട് ഏറ്റവും നല്ല നിലക്ക് ഇടപെടാൻ ജീവിച്ചിരിക്കുന്നവർക്കെന്ന നിലക്ക് നമുക്കൊക്കെ സാധിക്കണം. നമ്മളിതൊക്കെ സഹോദരങ്ങളെ അറിയേണ്ടതാണ്. പലപ്പോഴും ഈ അറിവുകളൊന്നുമില്ലാതെ നമ്മുടെ അയൽപ്പക്കത്തേക്കും അതല്ലെങ്കിൽ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇതൊക്കെ ചെയ്യാൻ നിന്നാൽ വല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകും. അതുപോലെ തന്നെ മരണം ഉറപ്പായി കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ കൈകാലുകളൊക്കെ ഒന്ന് മടക്കി നിവർത്തണം. പലപ്പോഴും കൂനും അതല്ലെങ്കിൽ കാലിന് വളവും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള രോഗിയായി കിടന്ന് അങ്ങനെയൊക്കെ മരണപ്പെടുന്ന അവസ്ഥയിലാണെങ്കിൽ ആ ചൂട് പോകുന്നതിന് മുമ്പ്, ആ മയ്യത്താറിപ്പോകുന്നതിന് മുമ്പ് ശരീരമൊക്കെ ഒന്ന്, കൈകൾ കാലുകൾ ഒന്ന് നിവർത്തി, ഒന്ന് മടക്കി നിവർത്തിയാൽ വളരെ വൃത്തിയായി ഭംഗിയായി ആ മയ്യത്തിനെ നമുക്ക് ഭംഗിയാക്കാൻ കഴിയും. അതുപോലെ തന്നെ കൈ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അത് റസൂലിൻ്റെ സുന്നത്തല്ല. കൈകളൊക്കെ നിവർത്തിയാണ് വെക്കേണ്ടുന്നത്. പലപ്പോഴും മയ്യത്തിൻ്റെ കൈ കെട്ടിയിട്ട് പിന്നീട് ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥ, തുണിയൊക്കെ ഇടുമ്പോൾ പ്രയാസപ്പെടുന്ന അവസ്ഥ വരും. അതുകൊണ്ട് കൈകൾ നിങ്ങൾ നിവർത്തി വെക്കണം. അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച ഒരു ചര്യയായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മയ്യത്ത് മരണവീട് പലപ്പോഴും ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മരിച്ചല്ലോ, ഇനിയിപ്പോൾ എനിക്ക് ആരാണ് എന്നൊക്കെ പറഞ്ഞ് ജാഹിലിയ സമ്പ്രദായം സ്വീകരിക്കുന്ന ആളുകൾ, അതൊന്നും
വിശ്വാസികൾ ചെയ്യാൻ പാടില്ല എന്നത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു അവിടുന്ന് മരിച്ചപ്പോൾ റസൂലുള്ള വന്ന ചരിത്രം പറഞ്ഞു. ആ ഹദീസിൻ്റെ തുടർച്ചയിൽ ഫളജ്ജ നാസു മിൻ അഹ്ലി, അബൂ സലമ മരണപ്പെടുമ്പോൾ അബൂ സലമയുടെ കുടുംബത്തിലെ ചില ആളുകൾ ഇങ്ങനെ ശബ്ദമുയർത്തി കരയാൻ തുടങ്ങി. റസൂലുള്ള പറഞ്ഞു ഫഖാല ലാ തദ്ഉ അലാ അൻഫുസിക്കും ഇല്ലാ ബിഖൈർ, നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടല്ലാതെ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ശബ്ദമുയർത്തി പറയരുത്. ഫഇന്നൽ മലായിക യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനൊക്കെ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ സദസ്സിൽ മലക്കുകളുണ്ട്. നന്നായി നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടുന്ന സമയമാണ്. മനസ്സറിഞ്ഞ് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണ്. അപ്പോൾ മരണം അറിഞ്ഞാൽ വിശ്വാസികൾ പറയേണ്ടതും ചൊല്ലേണ്ടതും ഒക്കെ എന്താണ്? ഇതൊന്നും അറിയാതെ പലപ്പോഴും അനിസ്ലാമികമായി ഇസ്ലാം പഠിപ്പിക്കാത്ത പലതും കാട്ടിക്കൂട്ടുന്നത് കാണാൻ കഴിയും. ഒരുപക്ഷേ അവസാനമായി എൻ്റെ വാപ്പാക്ക്, എൻ്റെ ഉമ്മാക്ക്, എൻ്റെ കുടുംബക്കാർക്ക് കിട്ടുന്ന പ്രാർത്ഥനയൊക്കെ അല്ലേ അങ്ങനെയൊക്കെ മയ്യത്തിൻ്റെ അടുക്കൽ വന്ന് അൽ ഫാത്തിഹ വിളിച്ച് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങ് ഇന്ന് കണ്ടുവരാറുണ്ട്. അതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ മയ്യത്തിനെ കൈകാര്യം ചെയ്യണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്ത സന്ദർഭങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിനെയൊക്കെ കാറ്റിപ്പറത്തി, റസൂലിൻ്റെ ചര്യയെ കാറ്റിപ്പറത്തി നമുക്കിഷ്ടമുള്ളതുപോലെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാർ എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ചെയ്യാതിരുന്നാൽ ഒരുപക്ഷേ എൻ്റെ കുടുംബക്കാരോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയൊരു കുറവാണല്ലോ, അതൊന്നും വരേണ്ടതില്ല, നാട്ടിൽ നടക്കുന്നത് പോലൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യലല്ല സഹോദരങ്ങളെ. മറിച്ച് ഇസ്ലാം കൃത്യമാണ്. മനുഷ്യന്മാർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അവിടുന്ന് റസൂലിൻ്റെ ചര്യ വളരെ കൃത്യമാണ്. ഒന്നും കൂട്ടേണ്ടതില്ല, ഒന്നും കുറയ്ക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ മരണം സംഭവിച്ചാൽ നിങ്ങൾ എന്തു പറയണം? റസൂലുള്ളാഹി ഖുർആനിൻ്റെ ആയത്ത് വെച്ചു തന്നെ പറഞ്ഞു, അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റസൂലുള്ളാഹി ഖുർആൻ്റെ ആയത്ത് ഓതിയാണ് പഠിപ്പിച്ചത്. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, നിങ്ങളുടെ ജീവിതത്തിൽ വല്ല മുസീബത്തും സംഭവിച്ചാൽ വിശ്വാസികളായ ആളുകൾ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവേ ഞങ്ങൾ നിനക്കുള്ളവരാണ്, നിൻ്റെ അടുക്കലേക്കാണ് ഞങ്ങളുടെ മടക്കം എന്നത് അവിടുന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പലപ്പോഴും ഈ പ്രാർത്ഥനയിൽ നമ്മളൊക്കെ ഒതുക്കാറാണ്. മറിച്ച് റസൂലുള്ള മറ്റൊരു പ്രാർത്ഥന കൂടി ഇതിനോടൊപ്പം ചേർത്തി പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഏറ്റവും ഉത്തമമായത് ലഭിക്കാൻ സഹോദരങ്ങളെ, വേർപെട്ടു പോയത് നമ്മളുടെ രക്തത്തിൽ പിറന്നവരാകും, നമ്മളുടെ ഏറ്റവും അടുത്തവരാകും, ഉറ്റബന്ധുക്കളാകും. എന്നാൽ ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചോരയിൽ പിറന്നൊരു കുട്ടി മരണപ്പെട്ടാൽ ഉമ്മയ്ക്കുണ്ടാകുന്ന വേദന എത്ര വലുതാകും ഒന്നാലോചിച്ച് നോക്കണം. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ നഷ്ടമായാൽ, അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടമായാൽ എത്ര വേദനയാകും. അവിടെയൊക്കെ റസൂലുള്ള പഠിപ്പിച്ചത് ഏറ്റവും ഉത്തമമായത്, ഹൈറായത് തിരിച്ചു കിട്ടാൻ അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. റസൂലുള്ള പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ ഫയഖൂലു മാ അമറല്ലാഹ്, അവിടുന്ന് അള്ളാഹു പഠിപ്പിച്ചത് നിങ്ങൾ പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. സഹോദരങ്ങളെ, എത്ര ആളുകൾക്കറിയും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവിടുന്ന് റസൂലുള്ള പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബതി, എന്നെ ബാധിച്ച ഈ മുസീബത്തിൽ അല്ലാഹുവേ നീ എനിക്ക് അഭയം, എനിക്ക് പ്രതിഫലം നൽകണം. എന്നിട്ട് വീണ്ടും തുടർന്ന് പറഞ്ഞു, വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ, അല്ലാഹുവേ ഇതിനേക്കാൾ ഉത്തമമായതിനെ എനിക്ക് പകരം നൽകണം. പ്രാർത്ഥന അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. അബൂ സലമ മരണപ്പെട്ടപ്പോൾ അവിടുന്ന് ഉമ്മ സലമ റളിയല്ലാഹു അൻഹ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഉമ്മ സലമ പറയാണ്, ഫലിമ മാത അബൂ സലമ, എൻ്റെ ഭർത്താവ് അബൂ സലമ മരണപ്പെട്ടു. ഖുൽതു അയ്യുൽ മുസ്ലിമീന ഖൈറും മിൻ അബീ സലമ, അബീ സലമയേക്കാൾ ഒരു നല്ല ഭർത്താവിനെ എനിക്ക് പകരം കിട്ടുമോ? അബൂ സലമ മരണപ്പെട്ടപ്പോൾ മനസ്സ് വേദനിച്ചിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന അവിടുന്ന് ഉരുവിടുകയാണ്, അല്ലാഹുമ്മ ഇജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. പ്രാർത്ഥനയിൽ ഏറ്റവും ഉത്തമമായതിന് അല്ലാഹുവേ പകരം നൽകണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ
ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ പോലും ഒരു സംശയം, എൻ്റെ ഭർത്താവായ അബൂ സലമ എത്ര ഭാഗ്യവാനാണ്, ആദ്യമായി ഹിജ്റ പോകാൻ ഒരുങ്ങുന്നത് ഒരു കുടുംബമെന്ന നിലക്ക് അബൂ സലമയുടെ കുടുംബമാണ്, അങ്ങനൊക്കെ വലിയ ത്യാഗം ചെയ്ത അബൂ സലമയുടെ കുടുംബം. എന്നാൽ അബൂ സലമയേക്കാൾ ഒരു നല്ല ഭർത്താവിനെ കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. പിന്നീട് സംഭവിച്ചത് അവിടുന്ന് പറയാണ്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഅഖ്ലഫല്ലാഹു ലീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് എനിക്ക് പകരമായി കിട്ടിയത്, ഭർത്താവായി കിട്ടിയത് എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കണം, അവിടുന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പകരം നൽകിയത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് ഭർത്താവായി കിട്ടുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ സ്ഥാനം നോക്കണം. ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത്, ലോകത്തെ വിശ്വാസികളുടെ ഉമ്മയുടെ സ്ഥാനത്തേക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥനയൊക്കെ എന്തിനാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വമ്പിച്ച പ്രതിഫലവും വമ്പിച്ച നേട്ടവും ലഭിക്കാനാണ്. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും മറന്നുകൊണ്ട് എന്തിനാണ് ഇതൊക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചത്? ജീവിതത്തിൽ വലിയ ഖൈറുകൾ ലഭിക്കാൻ. എന്തിന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം? ലിഖൈലാ തഅസൗ അലാ മാ ഫാതകും. നിങ്ങൾക്ക് അള്ളാഹു തന്നത് അത് അള്ളാഹു തിരിച്ചെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ. വലാ തഫ്റഹു ബിമാ ആതാകും. അള്ളാഹു നിങ്ങൾക്ക് അമിതമായി തന്നിട്ടുണ്ട്, അതുകൊണ്ട് അമിതാഹ്ലാദം അത് നിങ്ങൾ കാണിക്കരുത്. ജീവിതത്തിൽ പലതും കിട്ടുമ്പോൾ തുള്ളിച്ചാടുന്നവരുണ്ട്, നിങ്ങൾ അമിതാഹ്ലാദം കാണിക്കരുത്. ഒരുപക്ഷെ അള്ളാഹു തന്ന സമ്മാനത്തെ റബ്ബങ്ങ് തിരിച്ചെടുത്താൽ നിങ്ങളെ മനസ്സ് വേദനിക്കരുത്. അൽഹംദുലില്ലാ എന്നൊരു വിശ്വാസി പറഞ്ഞാൽ ബൈത്തുൽ ഹംദ്, സ്വർഗത്തിൽ ബൈത്തുൽ ഹംദുണ്ട്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്നല്ല, മറിച്ച് സ്വർഗത്തിലെ വീടിൻ്റെ പേര് ബൈത്തുൽ ഹംദ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ലഭിക്കാൻ നമുക്ക് കഴിയണം. ഇസ്ലാം എന്താണോ പഠിപ്പിച്ചത് അതൊക്കെ കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് മരണാസന്നനായ ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുക്കേണ്ട ചില ബാധ്യതകളെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മളൊക്കെ മയ്യത്ത് കാണാറുണ്ട്. അതൊക്കെ ഒരു ചടങ്ങ് തീർക്കലാണ്. എൻ്റെ ബന്ധു മരണപ്പെട്ടപ്പോൾ ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ എന്താകും എന്നൊക്കെ വിചാരിച്ച് വളരെ സുദീർഘമായി വണ്ടിയെടുത്ത് അങ്ങനെയൊക്കെ മയ്യത്ത് കണ്ട് തിരിച്ചു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ മയ്യത്ത് കാണുന്ന ആളുകൾക്കുള്ള ഒരു ബാധ്യത പ്രാർത്ഥിക്കാൻ അവിടുന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. പലപ്പോഴും വിശ്വാസികൾക്കൊക്കെ പ്രാർത്ഥന നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടോ? എത്ര കണ്ട് നമ്മൾ മയ്യത്ത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ ഇന്നേ വരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ അവിടുന്ന് വന്ന് പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഗ്ഫിർ അബൂ സലമ. അവിടുന്ന് ആരാണോ മരിച്ചടക്കുന്നത് അയാളുടെ പേരെടുത്ത് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചു. അബ്ദുറഹ്മാനാണ് മരിച്ചതെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ അബ്ദുറഹ്മാൻ. അങ്ങനെ പേരെടുത്തുകൊണ്ട് മയ്യത്ത് സംഭവിച്ചത് ആരാണോ അയാളുടെ പേരെടുത്ത് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചത് കാണാം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലിഫുഹു ഫി അഖ്ബിഹി ഫിൽ ഖാബിരീൻ അലൈഹാ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹു ലഹു ഫി ഖബരി വനവ്വിർ ലഹു ഫീ. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? എത്രയോ മയ്യത്തുകൾ കണ്ടവരാണ്. എന്നാൽ റസൂലുള്ളാഹിയുടെ ചര്യയിൽ അവിടുന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന ഇതാണ്. ഒരു വ്യക്തിയുടെ പേരെടുത്ത് പ്രാർത്ഥിക്കുകയും വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, സന്മാർഗികളായ ആളുകളോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ പദവി അല്ലാഹുവേ നീ ഉയർത്തി കൊടുക്കണം. വഖ്ലിഫുഹു ഫി അഖ്ബിഹി ഫിൽ ഖാബിരീൻ അലൈഹാ, അല്ലാഹുവേ ഇദ്ദേഹത്തെക്കാൾ ഉത്തമനായ ഒരാളെ
നീ ഞങ്ങൾക്ക് പകരം നൽകണം. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ ഞങ്ങൾക്കും ഇദ്ദേഹത്തിനും നീ പൊറുത്തിരണം. വഫ്സഹു ലഹു ഫീ ഖബരി വനവ്വിർ ലഹു ഫീഹി. അദ്ദേഹത്തിൻ്റെ ഖബർ അല്ലാഹുവേ വിശാലമാക്കണം, അത് പൂന്തോപ്പ് ആക്കി തീർക്കണം, വെളിച്ചമാക്കണം. ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥനകളൊക്കെ പഠിച്ചിട്ട് ജീവിതത്തിൽ കൃത്യമായി ഓരോ മയ്യത്തിനെ കാണുമ്പോഴും എന്താണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്, അതല്ലാതെ അവിടെ ഖുർആൻ ഓതലും അതല്ലാത്ത കൂട്ടപ്രാർത്ഥനകളും ഒന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലില്ല. നാട്ടിലെ ആളുകളിങ്ങനെ ഭൂരിപക്ഷം ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് എന്നതല്ല. ഏതു കർമ്മവും ചെയ്യുന്നത് മരണപ്പെട്ട വ്യക്തിക്ക് ഗുണമുണ്ടാകണം, ജീവിച്ചിരിക്കുന്നവർക്ക് ഗുണമുണ്ടാകണം, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തതൊന്നും, ഈവൻ ഒരു സുബ്ഹാനല്ലാഹ് പോലും റസൂലുള്ള പഠിപ്പിച്ച എണ്ണത്തിനപ്പുറം ചൊല്ലിയാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടില്ല. നമുക്കൊരു സുബ്ഹാനല്ലാഹ് അല്ലേ, ഒരു നിസ്കാരമല്ലേ, 2 റക്അത്ത് സുബഹി എന്തുകൊണ്ട് നിസ്കാരമല്ലേ, 4 എന്തേ നിസ്കരിക്കാത്തത്? റസൂലിൻ്റെ ചര്യയില്ല. അവിടുന്ന് നിസ്കാരത്തിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്നതാണ് അവിടുന്ന് പഠിപ്പിച്ചത്, അതാണ് പറയേണ്ടത്. അല്ലാഹുമ്മ അൻത സലാം വമിൻക സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. സുബ്ഹാനല്ലാഹ് 33 തവണ, അൽഹംദുലില്ലാഹ് 33 തവണ, അല്ലാഹു അക്ബർ 33 തവണ. പലപ്പോഴും പള്ളികളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതൊക്കെ ഇങ്ങനെ 10 തവണ ഇങ്ങനെ ചൊല്ലുന്നത് കാണാം. അതല്ലല്ലോ റസൂൽ പഠിപ്പിച്ചത്. 100 തേക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇസ്ലാം എത്ര എളുപ്പമുള്ള മതമാണ്, എത്ര കൃത്യമാണ്. അതുകൊണ്ട് മതം പഠിപ്പിച്ചതിനപ്പുറം എന്തു ചെയ്താലും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടില്ല. എന്തും പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയത്തിൻ്റെ തുടർച്ച വരുന്ന ഖുതുബകളിൽ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ വളരെ നേരത്തെ തന്നെ പള്ളിയിലേക്ക് വരണം. ഇമാം മെമ്പറിലേക്ക് അവസാനം വരേണ്ടത് ഇമാമാണ്. അവസാനം മെമ്പറിലേക്ക് പ്രവേശിക്കേണ്ടുന്നത് ഇമാമാണ്. ഇമാമ് വന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആളുകൾക്കൊന്നും ജുമാ കിട്ടില്ല എന്നത് റസൂൽ പഠിപ്പിച്ചില്ലേ. അതുകൊണ്ട് പലപ്പോഴും നമ്മളൊക്കെ ചടങ്ങ് തീർത്ത് പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആഴ്ചയിലൊരു ദിവസമാണ്, അത് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്യാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഞങ്ങളുടെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവെ നീ പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അള്ളാഹുവെ മരണം വരെ ഖുർആനും ഹദീസും മുറുകെ പിടിച്ച് ജീവിക്കുന്ന മുത്തഖികളായ ആളുകളോടൊപ്പം ഞങ്ങളെയും നീ ചേർക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.